ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കാം. പഠിക്കാം കോഡിലൂടെ. മുതുമലയിൽ ഹോളിട്ട കടുവയെ ബന്ദിയാക്കി സൈലന്റ് ആയിട്ട് വയനാട് എത്തിച്ചു. അപ്പോൾ എന്തായിരുന്നു? മുതുമലയിൽ ഹോളിട്ട കടുവയെ ബന്ദിയാക്കി സൈലന്റ് ആയിട്ട് വയനാട് എത്തിച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില വന്യജീവി സങ്കേതങ്ങളും കടുവ സങ്കേതങ്ങളുടെയും പേരാണ്. ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവുമായി ബന്ധപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളുമാണ് ഈ കോഡിലുള്ളത്. കോഡ് എന്തായിരുന്നു? മുതുമലയിൽ ഹോളിട്ട കടുവയെ ബന്ദിയാക്കി സൈലന്റ് ആയിട്ട് വയനാട് എത്തിച്ചു. ഏതൊക്കെയാണെന്ന് നോക്കാം. മുതുമലൈ വന്യജീവി സങ്കേതം ഒന്നേതാണ്? മുതുമലൈ വന്യജീവി സങ്കേതം. നാഗർഹോള ദേശീയോദ്യാനം ഏതാണ്? നാഗർഹോള ദേശീയോദ്യാനം. ബന്ദിപ്പൂർ കടുവാ സങ്കേതം അതാണ് കടുവയെ ബന്ദിയാക്കി. അപ്പോൾ ബന്ദിപ്പൂർ കടുവാ സങ്കേതമാണ് എന്നതുകൂടി ഓർത്തിരിക്കുക. ബന്ദിപ്പൂർ കടുവാ സങ്കേതം. പിന്നെ ഏതാണ്? നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നവ. എന്തായിരുന്നു കോഡ്? മുതുമലയിൽ ഹോളിട്ട കടുവയെ ബന്ദിയാക്കി സൈലന്റ് ആയിട്ട് വയനാട് എത്തിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? മുതുമലൈ വന്യജീവി സങ്കേതം, നാഗർഹോള ദേശീയോദ്യാനം, ബന്ദിപ്പൂർ കടുവാ സങ്കേതം, സൈലന്റ് വാലി ദേശീയോദ്യാനം, വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ കോഡിലൂടെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാം. മുതുമലയിൽ ഹോളിട്ട കടുവയെ ബന്ദിയാക്കി സൈലന്റ് ആയിട്ട് വയനാട് എത്തിച്ചു. കോഡ് മറക്കരുത്. ക്ലാസ്സിലേക്ക് കിടക്കാം. സ്റ്റാർ ലൈനർ ഭൂമിയിൽ ഇറങ്ങി. അപ്പോൾ ഒത്തിരി നാളായി. ഒത്തിരി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജൂൺ മുതൽ നമുക്ക് ചുറ്റും വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞു വരുന്ന ഒന്നാണ് സ്റ്റാർ ലൈനർ. സ്റ്റാർ ലൈനർ, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ. ഈ മൂന്ന് പേര്, സ്റ്റാർ ലൈനർ, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, ഈ മൂന്ന് പേരുകൾ നമുക്കിടയിൽ തരംഗമാകാൻ തുടങ്ങിയത് ജൂൺ മുതലാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് എത്തിയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ അവർ പോയ പേടകം സ്റ്റാർ ലൈനർ ഭൂമിയിൽ ഇറങ്ങി. എങ്ങനെയെന്ന് നോക്കാം. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും, എവിടെ നിന്നാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയ ബോയിങ് സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും പോയ പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ പേടകം. അത് സുരക്ഷിതമായി തിരികെ എത്തി. പക്ഷേ അതിൽ ആരില്ല? നമ്മുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇല്ല. കാരണം എന്താണ്? സ്റ്റാർ ലൈനർ പേടകം തിരികെ ഇറങ്ങുമ്പോൾ അത് സുരക്ഷിതമായി തിരിച്ചെത്തും എന്ന ഉറപ്പ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു റിസ്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമാക്കിയതിനു ശേഷം പേടകം മാത്രം തിരികെ എത്തിയത്. യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് തന്നെ തുടരും. യാത്രികരുടെ മടക്കം അടുത്ത വർഷം ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് പേടകത്തിൽ നിന്നാണെന്ന് നാസ തീരുമാനിച്ചു. അപ്പോൾ എന്താണ്? അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി മാത്രമേ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുകയുള്ളൂ. അവരുടെ യാത്ര ഏതിലായിരിക്കും? സ്പേസ് എക്സ് എന്ന പേടകത്തിലായിരിക്കും. അപ്പോൾ സ്റ്റാർ ലൈനർ തിരികെ എത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന സംശയമാണ്, നമ്മുടെ സുനിത വില്യംസ് എവിടെ? അപ്പോൾ എവിടെയാണ് അവരിപ്പോഴും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെയാണ്. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത്. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തിരിക്കുക. കാരണം പത്രവാർത്തകളിലൊക്കെ ഒത്തിരി തവണ വന്ന ഒരു ഡേറ്റ് ആണ് ജൂൺ 5 എന്ന് പറയുന്നത്. 2024 ജൂൺ 5-നാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർ ലൈനർ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ബഹിരാകാശത്ത് 2 ആഴ്ച തങ്ങാനാണ് ഇവർ പോയത്. എന്നാൽ ജൂൺ മുതൽക്ക് ഇത് തന്നെ സെപ്റ്റംബർ മാസമായി. ഇനി അടുത്ത ഫെബ്രുവരിയിൽ മാത്രമേ അവർ തിരികെ എത്തുകയുള്ളൂ. ജൂൺ 13-ന് മടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്ന ദൗത്യം, അപ്പോൾ ജൂൺ 5-ന് പോയി ജൂൺ 13-ന് മടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്ന ദൗത്യം വൈകാൻ കാരണമായത് പേടകത്തിലെ വാതക ചോർച്ചയാണ്. ഏത് വാതകമാണ് സ്റ്റാർ ലൈനർ പേടകത്തിൽ
ചോർച്ചയുണ്ടാക്കിയത്? നിങ്ങൾ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സുനിത വില്യംസും ബുഷ്വിൽ മോറും ആണ് മടക്കമില്ല, ഇപ്പോഴൊന്നും മടക്കമില്ല, ഫെബ്രുവരിയിലേ മടങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഏതാണ് ആ വാതകമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യുക. ഗഗൻയാൻ ആളില്ലാ പറക്കൽ ഡിസംബറിൽ. അപ്പോൾ ഇത് നമ്മുടെ ഒരു മിഷനാണ്, ഇന്ത്യയുടെ ഒരു മിഷനാണ് ഗഗൻയാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ. എന്താണ്? ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാന്റെ ആളില്ലാത്ത ആദ്യ പറക്കൽ ഡിസംബറിൽ. അപ്പോ ഗഗൻയാൻ ആദ്യം എന്താണ്? ഒരു ട്രയൽ നോക്കുകയാണ്. മനുഷ്യനെ കൊണ്ടുപോകുന്നതിനുള്ള ദൗത്യമാണ് ഗഗൻയാൻ. എന്നിരുന്നാലും ഒരു ട്രയൽ നോക്കുകയാണ്. ആളില്ലാതെ ഒന്ന് പറന്നു നോക്കാം. ഡിസംബറിൽ ഗഗൻയാൻ തന്റെ ആദ്യത്തെ ആളില്ലാ പറക്കൽ നടത്തുകയാണ്. രണ്ടാം പറക്കലിൽ സ്ത്രീ രൂപമുള്ള വ്യോമമിത്ര എന്ന റോബോട്ടായിരിക്കും പറക്കുക. അപ്പോൾ രണ്ടാം പറക്കലിൽ ആരാണ് പോകുന്നത്? വ്യോമമിത്രയാണ്. എന്താണ് വ്യോമമിത്ര? വ്യോമമിത്ര സ്ത്രീ രൂപമുള്ള ഒരു റോബോട്ടാണ്. ചോദിക്കാം, വ്യോമമിത്ര ഏത് മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗഗൻയാൻ, ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമായ ഗഗൻയാനുമായി ബന്ധപ്പെട്ട സ്ത്രീ രൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. മൂന്നാം പറക്കലിലാകും ഇന്ത്യൻ സഞ്ചാരികൾ കയറുക. അപ്പോൾ മൂന്നാം പറക്കലിലാണ് ഇന്ത്യൻ സഞ്ചാരികളെ കൊണ്ടുപോകാൻ ഗഗൻയാൻ മിഷൻ പദ്ധതിയിടുന്നത്. അപ്പോൾ മറക്കില്ലല്ലോ, ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ആളില്ലാ പറക്കൽ ഡിസംബറിൽ നടത്താൻ പോവുകയാണ്. രണ്ടാം പറക്കലിൽ സ്ത്രീ രൂപമുള്ള വ്യോമമിത്ര എന്ന റോബോട്ടാണ് പോകുന്നത്. മൂന്നാം പറക്കലിലാണ് ഇന്ത്യൻ സഞ്ചാരികൾ കയറുക. ISROയുടെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റായ LVM-3യിലാണ് ഡിസംബറിലെ വിക്ഷേപം. അപ്പോൾ ഡിസംബറിൽ ഗഗൻയാൻ പറക്കാൻ പോവുകയാണ്. വിക്ഷേപിക്കുന്നത് ഏതിലാണ്? LVM-3 റോക്കറ്റിലാണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ ഏറ്റവും ശക്തിയുള്ള റോക്കറ്റാണ് LVM-3. ഗഗൻയാന് നമ്മുടെ തിരുവനന്തപുരവുമായി നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളവുമായി നല്ല ബന്ധമുണ്ട്. എന്താണ്? പരീക്ഷണ പേടകത്തിലെ ക്രൂ മൊഡ്യൂൾ തിരുവനന്തപുരത്തിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് ചെയ്തിരിക്കുന്നത്. പരീക്ഷണ പേടകത്തിലെ ഏതാണ്? ക്രൂ മൊഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. സർവീസ് മൊഡ്യൂൾ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരു UR റാവു സാറ്റലൈറ്റ് സെന്ററിലാണ്. അപ്പോൾ എങ്ങനെയാണ്? പരീക്ഷണ പേടകത്തിലെ ക്രൂ മൊഡ്യൂൾ തിരുവനന്തപുരത്തിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും സർവീസ് മൊഡ്യൂൾ ബാംഗ്ലൂരിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിലും വെച്ചാണ് സംയോജിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, UR റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UR റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അവിടെ വെച്ചിട്ടാണ് സർവീസ് മൊഡ്യൂൾ യോജിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഗഗൻയാൻ പറക്കലിന്റെ വിംഗ് കമാൻഡർ ആര്? ഗഗൻയാൻ പറക്കലിലെ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാംശു ശുക്ല. ആരാണ്? ശുഭാംശു ശുക്ലയാണ് ഗഗൻയാൻ പറക്കലിലെ വിംഗ് കമാൻഡർ. ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ വരെ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച് 3 ദിവസത്തിന് ശേഷം തിരിച്ചിറങ്ങുന്നതാണ് ഗഗൻയാൻ ദൗത്യം. അപ്പോൾ എന്താണ്? ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ? 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച് അവിടെ 3 ദിവസം താമസിപ്പിച്ച് 3 ദിവസത്തിന് ശേഷം തിരികെ എത്തുന്നതാണ് നമ്മുടെ ഗഗൻയാൻ ദൗത്യം. ഭൂമിയെ 16 തവണ വലം വെച്ച് ബംഗാൾ ഉൾക്കടലിലാണ് പേടകം തിരിച്ചിറക്കുക. അപ്പോൾ ഭൂമിയെ 16 തവണ വലം വയ്ക്കാനാണ് ഗഗൻയാൻ ദൗത്യം ഉദ്ദേശിക്കുന്നത്. 16 തവണ വലം വെച്ച് ബംഗാൾ ഉൾക്കടലിൽ തിരിച്ചിറക്കുക എന്നതാണ് ദൗത്യം. അപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിൽ മനുഷ്യ സഞ്ചാരികൾ മാത്രമല്ല, വ്യോമമിത്ര എന്ന സ്ത്രീരൂപമുള്ള റോബോട്ടും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ കർണാടകയിലെ ധാർവാസ് കാർഷിക ശാലയിൽ നിന്നുമുള്ള
കായീച്ചകളും ഉണ്ടാവും. ധാർവാസ് കാർഷികശാലയിൽ നിന്നുമുള്ള കായീച്ചകൾ. അപ്പോ ധാർവാസ് കാർഷികശാല ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഓർത്തിരിക്കുക, ഇതെല്ലാം വാർത്തയിൽ വന്നതാണ്. കർണാടകയിലെ ധാർവാസ് കാർഷികശാലയിൽ നിന്നുമുള്ള കായീച്ചകൾ കൂടി ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് പോകുന്നുണ്ട്. കായീച്ചകൾക്ക് ഗുരുത്വാകർഷണം ഇല്ലാത്ത ഇടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാനാണ് അവയെ കൂടി കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തിനാണ്? കായീച്ചകൾക്ക് ഗുരുത്വാകർഷണം ഇല്ലാത്ത ഇടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി പഠിക്കാനാണ് അവയെ കൂടി എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അപ്പോൾ മറക്കാതിരിക്കുക, ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് വ്യോമമിത്ര ബഹിരാകാശത്ത് പോകുന്നുണ്ട്, കൂടാതെ കായീച്ചകളും പോകുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. സ്റ്റാർലൈനർ പേടകത്തെ പറ്റിയും ഗഗൻയാനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതകളുമായി വീണ്ടും കാണാം. താങ്ക്